ഫ്രീക്വന്റ് ആയിട്ട് അബോർഷൻ ചെയ്യുന്ന ആളാണോ നിങ്ങൾ? ഇടയ്ക്കിടയ്ക്ക് അബോർഷൻ വേണമെന്ന് ഡോക്ടറെ പോയി കാണുക, അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളാണോ? എങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ പറയുന്ന പോലെ അബോർഷൻ നമുക്ക് കാര്യമൊക്കെ ഇപ്പോൾ വളരെ ഈസിലി അവൈലബിൾ ആണ്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മെഡിസിൻസിൽ പോകുന്ന ചില കാര്യങ്ങൾ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എങ്കിൽ പോലും റിക്കറൻ്റ് ആയിട്ടുള്ള ഈ അബോർഷൻസ്, അതായത് ഫ്രീക്വന്റ് അബോർഷൻസ്, അത് വേണ്ടാത്തൊരു പ്രഗ്നൻസി എപ്പോഴും കളയുന്നത് എപ്പോഴും നമ്മൾ പ്ലാൻഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഫൈൻ. ബിക്കോസ് അബോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശരീരത്തിൽ മാത്രമല്ല ഒരു ഇമോഷണൽ ട്രോമയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്ത്രീകളിൽ. അപ്പോൾ എപ്പോഴും ഒരു പ്ലാൻ പ്രഗ്നൻസി ആയിരിക്കും എപ്പോഴും നല്ലത്. നമുക്കറിയാം ഈ അബോർഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് പ്രഗ്നൻസിയുടെ തന്നെ ഒരു പകുതി ലെവലുള്ള പെയിനും കാര്യങ്ങളും ബ്ലീഡിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ശരീരം ഒരു എവറി 3 months, ഒരു 3 months അടുത്ത 3 months വീണ്ടും ഒരു ഗർഭമായി അത് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും അധികം ഇമോഷണൽ ഇംബാലൻസ് വരുന്നുണ്ട്, ഫിസിക്കലി ചേഞ്ചസ് വരുന്നുണ്ട്, ബ്ലീഡിങ് അധികമുണ്ട്, പെയിൻ ഉണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പം നമുക്ക് പരമാവധി എപ്പോഴും പ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസി നോക്കുക. കാരണം എപ്പോഴും കോൺട്രസെപ്ഷൻ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. മെഡിക്കൽ പിൽസ് ഉണ്ട്, അല്ലെങ്കിൽ കോപ്പർട്ടി ഉണ്ട്, പ്രസവങ്ങളിൽ കോപ്പർട്ടി ഇടുന്ന ഓപ്ഷൻസ് ഉണ്ട്, ഒന്നുമില്ലെങ്കിൽ കോണ്ടംസ് ഉണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ റിക്കറൻ്റ് ആയിട്ടുള്ള അബോർഷൻസ് ഒഴിവാക്കാം. എപ്പോഴും പ്രഗ്നൻസി പ്ലാൻഡ് ആക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ IPL പോലുള്ള സംഭവങ്ങളൊക്കെ അത്രയും എമർജൻസി കൺസിഡറേഷനിൽ മാത്രമേ യൂസ് ചെയ്യുക. IPL അധികമായാലും അതിനും വ്യത്യാസം, പീരിയഡ്സ് ഇറഗുലാരിറ്റി വരുന്നുണ്ട്, അത് ഫെയിൽഡ് ആവാം, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ പ്ലാൻ പ്രഗ്നൻസീസ് ആൻഡ് പരമാവധി അബോർഷൻസ് ഒക്കെ അങ്ങനത്തെ എമർജൻസി സിറ്റുവേഷനിൽ മാത്രം യൂസ് ചെയ്യുക.